നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തു. ഒരുപാട് ഇടവേളകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇന്ന് ആരംഭിക്കുകയാണ് അടുത്ത ഒരു ചെറിയ വിഷയത്തിലേക്ക്. അതായത് നമ്മളടുത്ത് കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെ ഒരു ട്രക്ക് ഡ്രൈവർ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഒരു കമ്പനിയും ഒരു ഫോർമലായ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കില്ല നടത്തുന്നത്. കാര്യം മോസ്റ്റ്ലി ഇപ്പോൾ പോളണ്ടിലോ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മാൾട്ടയിലോ തന്നെ ഉള്ള പല കമ്പനികൾ പല രീതിയിലായിരിക്കാം ഇൻ്റർവ്യൂ നടത്തുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു മെയിലിൽ അവർ ഇത്രാം തീയതി ഞങ്ങൾ ഇത്ര മണിക്ക് നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ പറയും നിങ്ങളെ, അല്ലെങ്കിൽ സി വിയിലുള്ള വാട്സപ്പ് നമ്പറിലായിരിക്കാം, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് പറയും ഇത്ര മണിക്ക് നിങ്ങൾ ഇൻ്റർവ്യൂവിന് റെഡി ആയിരിക്കും എന്ന് പറയും. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ഇൻഫോർമൽ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ അവർ പറയുന്ന സമയത്തിന് നമ്മൾ കറക്റ്റായിട്ടൊരു ഹെഡ്സെറ്റും നല്ലൊരു ഇതായിട്ടുള്ള ബ്ലോക്ക് ആവാത്ത രീതിയിലുള്ള ഇൻ്റർനെറ്റ്, നല്ല കണക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് ഒരു റൂമിൽ കഴിവതും ഒറ്റയ്ക്ക് നമുക്ക് അങ്ങനെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ആ ടൈമിന് വിളിച്ചിട്ട് ചിലപ്പോൾ ഇൻഫോർമൽ ഇൻ്റർവ്യൂവിൽ അവർ മിക്കവാറും ചോദിക്കുക നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കല്യാണം കഴിച്ചതാണോ. അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലാണ്. ഞാനിത് മലയാളത്തിൽ പറഞ്ഞതിന് നിങ്ങൾ നാളെ ഇനി ഇതിൻ്റെ വീഡിയോ റെഡി ഒന്ന് കമൻറ്റ് ചെയ്യരുത്, ഇതൊക്കെ മലയാളത്തിലാണോ ചേട്ടാന്ന്. ഞാനിപ്പോൾ ഇതിങ്ങനെ തമാശയായിട്ടായാലും കാര്യമായിട്ടായാലും പറയാൻ ഒരു കാരണമുണ്ട്. കാര്യം പല സുഹൃത്തുക്കളും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ നാട്ടിലെ ഹെവി ലൈസൻസ് വെച്ച് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, നമ്മളത് പലവട്ടം ക്ലിയർ ചെയ്തിട്ടുള്ള. അതേപോലെ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. നാട്ടിലെ ഹെവി ലൈസൻസ് ഇപ്പോൾ എടുത്തിട്ട് 6 മാസമായവർക്ക് ചെയ്യാൻ പറ്റും, അതും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളും ഉണ്ട്, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പല വീഡിയോകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പം ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയുടെ പറയുകയാണെങ്കിൽ അവർ പേര്, നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇപ്പം ഇതെല്ലാം ചോദിക്കും. എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര വർഷം വണ്ടി ഓടിക്കുന്നു, എത്ര വർഷം വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ എത്ര വർഷം വണ്ടി ഓടിച്ചില്ല എന്ന് മാത്രമല്ല ചോദിക്കുന്നത്. ചിലപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര ടണ്ണിൻ്റെ വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നത്. അപ്പോഴും നിങ്ങൾ പറയണം. അതായത് എൻ്റെ അടുത്ത്, ഞാൻ ഇപ്പോൾ ഇത് പറയുന്ന ഒരു തമാശയ്ക്ക്, അതായത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇങ്ങനെ നാട്ടിൽ നിന്ന് വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഭാര്യയെ വിളിച്ചത്, മുന്നേ ഒരു വീഡിയോ ഞാൻ അത് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഭർത്താവ് ഭയങ്കര ഹെവി എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എത്ര ടണ്ണുള്ള വണ്ടിയാണ്? അത് 45 ടൺ. ഞാൻ ചോദിച്ചാൽ എത്ര ടയറുണ്ട്? 10 ടയറുണ്ട്. ഞാൻ പറഞ്ഞു പൊന്നു പെങ്ങളെ, എൻ്റെ അറിവിൽ 10 ടയറുള്ള വണ്ടിക്ക് 45 ടൺ ഈ അടുത്ത സമയത്തൊന്നും കേരളത്തിൽ പെർമിറ്റ് കൊടുത്ത ചരിത്രമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഉണ്ട് 12 ടയറിന് 40 ടൺ ഓടുന്ന ടിപ്പറുകളുണ്ട്. ഇപ്പോൾ നേരത്തെ ഇല്ല. പണ്ടെന്ന് പറഞ്ഞാൽ 16 ടണ്ണൊക്കെ ഓടുന്നതെന്ന് പറഞ്ഞാൽ 12 വീല് ടോറസ്, 10 വീൽ അല്ലെങ്കിൽ 12 വീലിൻ്റെ ടോറസാണ് നേരത്തെ ഓടുന്നത്. ഇപ്പം പലതും മാറിയിട്ടുണ്ട്. കാര്യം റോഡ് മെച്ചപ്പെടുന്നതനുസരിച്ച്, നിയമങ്ങൾ മെച്ചപ്പെടുന്നതനുസരിച്ച്, സേഫ്റ്റി സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതനുസരിച്ച് ഇപ്പോൾ പല രീതിയിലും നമ്മുടെ ഈ സംവിധാനങ്ങൾ മാറുന്നതനുസരിച്ച് ടണ്ണേജും വണ്ടികളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും പ്രോബബ്ലി നമുക്ക് ഒരു 12 ടണ്ണ്, നോർമൽ ഒരു ലോറിക്ക് 10 ടണ്ണും മേളിലോട്ടുള്ളത് 12ഉം 16 ടണ്ണും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് 45 ടണ്ണ് ഓടുന്ന ടിപ്പറുകളുണ്ട്. അതും ഹൈ എൻഡ് കമ്പനികളുടെ ആയിരുന്നു. ഇപ്പോൾ ടാറ്റയുടെയൊക്കെ ടിപ്പറുകൾ അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് പാഠമുണ്ടോ, ഇതാണ് അവർ മെയിൻ ചോദിക്കുന്നത്. കാര്യം ഇപ്പോൾ ഈ അടുത്ത ഒരു 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചൊരു നിസ്സാര കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു പോർട്ടിലോ ഒക്കെ ചെന്ന് ചിലപ്പോൾ നിങ്ങൾ അൺലോഡിങ്ങിനോ ലോഡിങ്ങിനായിട്ട് ചെല്ലുമ്പോൾ അവിടെയൊക്കെ സേഫ്റ്റിയുടെ മെഷർമെൻറ്റ് ഉണ്ട്. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് അവർ മോണിറ്ററിൽ, കമ്പ്യൂട്ടറൈസ് ചെയ്ത മോണിറ്ററിൻ്റെ കീബോർഡ് മാത്രം നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. മോണിറ്ററിൽ ഇങ്ങനെ കാണിക്കും ഒരു 20 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് കയറി എങ്ങനെ ബിഹേവ് ചെയ്യണം, എവിടെ വണ്ടി നിർത്തണം, വണ്ടി നിർത്തിയാൽ എത്ര സ്പീഡിൽ അതിനകത്ത് വണ്ടി ഓടിക്കാം, അതിനകത്തേക്ക് കയറാനുള്ള ഹെൽമെറ്റുകളും ഗ്ലൗസുകളും സേഫ്റ്റി ഷൂവും വെസ്റ്റ് ജാക്കറ്റ് ഒക്കെ ഉണ്ടോയെന്ന്. കാര്യം കെമിക്കൽ കമ്പനികളിലൊക്കെ പോവുകയാണെങ്കിൽ ഫുള്ളായിട്ടുള്ള കവർ ചെയ്യുന്ന ജാക്കറ്റ് വേണം, മിനിമം ജീൻസ് വേണം. അതൊക്കെ മസ്റ്റാണ്. അല്ലാതെ നമുക്ക് ബർമുഡയോ കയ്യിൽ കൊടുത്ത് നാട്ടിൽ പോകുന്ന കണക്ക് കയറിയൊന്നും പോകാൻ പറ്റില്ല. സേഫ്റ്റി ബ്രില്ലർ, അതായത് കണ്ണാടി, സേഫ്റ്റി കണ്ണാടി വേണം. പിന്നെ നമുക്ക് ഹെൽമെറ്റ് വേണം. പിന്നെ ഈ കാലിൽ ഷൂസ് വേണം, സേഫ്റ്റി ഷൂസ് വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരനെ പോലുള്ളൊരു വ്യക്തി ഇപ്പോൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ പുള്ളി ഒരു കമ്പനി പോയി, പുള്ളിക്ക് കയറാൻ പറ്റിയില്ല. ഒരു പോർട്ടിൽ പോയിട്ട് പുള്ളിക്ക് ഈ കമ്പ്യൂട്ടറിൽ ആക്സസ് കിട്ടിയില്ല. എന്ന് വെച്ചാൽ പുള്ളി 3 പ്രാവശ്യം ഈ ടെസ്റ്റ് കൊടുത്തു, പുള്ളി ഫെയിലായി. ഈ 3 പ്രാവശ്യം ചെയ്തിട്ട് ഫെയിലായി. പിന്നെ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അന്നത്തെ ദിവസം. പിന്നെ 12 മണിക്കൂറോ 20 മണിക്കൂറോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരത്തുള്ളൂ. അതിനാണ് ഈ മെയിനായിട്ടൊരു മിനിമം ഇംഗ്ലീഷിൻ്റെ കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഇൻഫോർമലി ഒരു ഇൻ്റർവ്യൂ അവർ നടത്തുന്നത്. പിന്നെ ഫോർമലി ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന രീതി ഞാൻ ഇതിന് പുറകെ പറയാം. അപ്പം മിനിമം ഇംഗ്ലീഷിൻ്റെ ആവശ്യകത ഒരു ട്രക്ക് ഡ്രൈവർക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ഇൻഫോർമൽ ഇൻ്റർവ്യൂവിൽ മാക്സിമം അവർ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്, നിങ്ങൾ എത്ര വരെ പഠിച്ചു, നിങ്ങളെ വണ്ടി എങ്ങനെയുള്ള വണ്ടിയാണ് ഓടിക്കുന്നത്, ടണ്ണേജ് അല്ലെങ്കിൽ ടയറിൽ എത്ര കാറ്റ്, ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ.
ഒരു ഫോർമൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോർമൽ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, ഇതേപോലെ നിങ്ങൾ ഇൻ്റർനെറ്റും എല്ലാം റെഡിയാക്കി നിങ്ങൾ റൂമിലിരിക്കുക. റൂമിലിരുന്ന് കഴിയുമ്പോൾ അവർ ആ കറക്റ്റ് ടൈമിന് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇതായിരിക്കും. നിങ്ങളെ പേര് ചോദിക്കും, നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കും, നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അവർ ചോദിക്കുന്നത് നിങ്ങളെ വണ്ടി, നിങ്ങൾ ഏത് വണ്ടി ഓടിക്കുന്നു, എത്ര വർഷം കൊണ്ട് ഓടിക്കുന്നു, നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഈ ജോലിയാണ് ചെയ്യുന്നത്. അതായത് ലോങ് ഹാൾ ട്രക്ക് ഡ്രൈവർ എന്ന് പറയുന്ന സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിൽ. നാഷണൽ പെർമിറ്റ് പോലെ ഓടുന്നത് ലോങ് ഹാൾ ട്രക്ക് ഡ്രൈവർ എന്നാണ് പറയുന്നത്. അതായത് വണ്ടിയിൽ നീണ്ട ദിവസങ്ങൾ തങ്ങി, നമ്മുടെ നാട്ടിൽ ഒരാഴ്ച 10 ദിവസം, ചിലർ ഒരു മാസമൊക്കെ ഓടിയിട്ട് വീട്ടിൽ വരുന്നത് എനിക്കറിയാം. അപ്പോൾ അതേപോലെ ഇവിടെ 21 ദിവസം കൂടി വരുന്ന ഡ്യൂട്ടികളുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ 5 ദിവസം വീട്ടിൽ നിൽക്കുന്ന ഡ്യൂട്ടികളുണ്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം ഓടിയിട്ട് 2 ദിവസം വരുന്ന ഡ്യൂട്ടികളുണ്ട്. ഈ യൂറോപ്പിൽ പല കമ്പനിയിലും പല സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, മണിക്കൂർ എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ പറയും 21 ദിവസമുള്ള ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ദിവസവും ഓടുന്നൊന്നുമില്ല. 5 ദിവസം ഓടി ചിലപ്പോൾ 2 ദിവസം അവൻ പാർക്കിംഗ് കിടന്നോളും. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ നിയമവിരുദ്ധമായി അവർ ഓടുന്നു എന്നതിനർത്ഥമില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാലും അവർ പിന്നെ ചോദിക്കുന്നത് നിങ്ങൾ ഓടിക്കുന്ന വണ്ടിക്ക് എത്ര വീലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് എത്രയാണ്, നിങ്ങളുടെ വണ്ടിയിലെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി എത്ര ടണ്ണേജാണ്, നിങ്ങൾ ഏതൊക്കെ രാജ്യം പാസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ GVR എന്ന് പറഞ്ഞാൽ ഗ്രോസ് വെഹിക്കിൾ റെക്കോർഡ് എന്നാണ് പറയുന്നത്. ആ സാധനം നമ്മുടെ നാട്ടിൽ GVR ആണ്, ഇവിടെ GVR അല്ല. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്, ലോഡ് എങ്ങനെ സെക്യൂർ ആക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പാസഞ്ചറെ ഒരു ട്രക്കിൽ കൊണ്ടുപോകാൻ പറ്റും, ഇതൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് അവർ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയണം. നിങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ നിങ്ങളത് ചോദിക്കാൻ ഒരു ട്രക്കിനെ സംബന്ധിച്ച് സേഫ്റ്റി മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ കേസിൽ ഇപ്പോൾ എല്ലാ ട്രക്കിലും സ്റ്റെപ്പിങ്ങുകളുണ്ടാവും. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കുലേറ്റഡ് ട്രക്കുകളെന്ന് പറയുന്നത്, അതായത് സാധാ ട്രെയിലർ അല്ല, ഒരു ടോറസ് ലോറിയുടെ ബാക്കിൽ ഒരു സാധാ ട്രെയിലർ കെട്ടിയിരിക്കും. മോർ ദാൻ 45 ടൺ അല്ലെങ്കിൽ 45 ടൺ അങ്ങനെയൊക്കെയുള്ള ഓടുന്ന ഓട്ടങ്ങളാണ്. അതിലൊരു 2 സ്റ്റെപ്പിന് ബാക്കിലും ഉണ്ടാവും, ട്രക്കിനും ചിലപ്പോൾ സ്റ്റെപ്പിനും ഉണ്ടാവും. അതൊരു നോർമൽ മെഷർമെൻ്റ് ആണ്. പിന്നെ വീൽ ചോക്ക് എന്ന് നമ്മൾ പറയും. അത് ബസ്സിനായാലും ട്രക്കിനായാലും ഉള്ള സാധനം. വീൽ ചോക്ക് എന്ന് പറയുന്നത് അടക്കട്ട എന്ന് നാടൻ ഭാഷയിൽ പറയും ഈ സാധനം. പിന്നെ ഇവിടെ കൂടുതലും വണ്ടികളിൽ നമ്മൾ വീൽ ഇളക്കാറില്ല. പഞ്ചറായാലും എവിടെ കിടന്നാലും 90%, 99% ഇളക്കാറില്ല. ഇനിയിപ്പോൾ അതൊക്കെ മാറി തുടങ്ങും. കാര്യം ഏഷ്യൻ കൺട്രിക്കാർ വന്നപ്പോൾ നമ്മുടെ ആൾക്കാർ ഇത് പലതും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എമർജൻസി ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ സ്പാൻഡറും ഇതും തന്നേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീല് മുറുക്കും നട്ട് മുറുക്കോ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടീഷൻ ഇളകിപ്പോയാൽ നമുക്ക് ടൈറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി നമ്മളൊരു വീൽ സ്പാൻഡർ ഉണ്ട്, ജാക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ നോർമൽ കണ്ടീഷനിൽ ഇവിടെ ചെയ്യാറില്ല. കാര്യം നമ്മുടെ നാട്ടിലെ പോലെ ഒരു സിസ്റ്റോ കാര്യങ്ങളോ അല്ല. ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ സർവീസ് കമ്പനിക്ക് നിങ്ങൾ മെസ്സേജ് കൊടുത്താൽ അപ്പോൾ തന്നെ ബ്രേക്ക് ഡൗൺ സർവീസ് നിങ്ങളെ വിളിച്ച് നിങ്ങൾ എവിടെയാണോ GPS ലൊക്കേഷൻ കൊടുത്ത് ജിയോ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ അവിടെ വന്ന് അറ്റൻഡ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ലോഡ് സെക്യൂറിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നമ്മളെ ഇന്ത്യയിലെ പോലെയൊന്നുമല്ല. നമുക്ക് ലോഡ് വശത്തേക്ക് തള്ളി നിൽക്കാൻ ഒക്കെ വളരെ പരിമിതികളുണ്ട്. വശത്തേക്ക് തള്ളിയിരിക്കുന്ന ലോഡുകൾ, ബാക്കിലേക്ക് തള്ളിയിരിക്കുന്ന ലോഡുകൾ, ഇനി നിങ്ങൾ അങ്ങനെയുള്ള ലോഡുകൾ കയറ്റിയാൽ തന്നെ അതിന് ഇടേണ്ട ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിന് കൊടുക്കേണ്ട വാർണിംഗ് സൈൻസ് ഉണ്ട്. ബാക്കിലേക്ക് തള്ളിയിരിക്കുന്ന ഇത്ര മീറ്ററിൽ കൂടുതൽ തള്ളാൻ പാടില്ല, അതിനും വാർണിംഗ് സൈൻസും ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഹൈറ്റ് ലോഡ് നോർമലി ഒരു 4 മീറ്ററാണ് ഒരു എൽക്കവേ അല്ലെങ്കിൽ ഒരു ട്രക്ക് എന്ന് പറയുന്നത്. യൂറോപ്പിൽ ഈ 4 മീറ്ററിന് മേളിലോട്ടുള്ള ഹൈറ്റ് ലോഡ് പോകുന്നതിന് അതിന് സ്പെഷ്യൽ കാരേജ് വെഹിക്കിളുകളുണ്ട്, നമ്മൾ നോർമൽ ട്രക്കുകളല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 4 മീറ്ററിൻ്റെ വണ്ടിയും 3.9 പാസ് ചെയ്യും, ഒരു 100 മീറ്റർ ഡിഫറൻസ് പാസ് ചെയ്യും. പക്ഷേ ഈ 4 മീറ്ററിൻ്റെ വണ്ടി നിങ്ങൾ 4.1 ലോഡ് കയറ്റി ഈ നോർമൽ GPS ലൊക്കേഷൻ ഇട്ട് നിങ്ങൾ പോയാൽ ഒരിക്കലും പാസ്സാവില്ലെന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ചെന്ന് നിങ്ങൾ കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഇൻ്റർവ്യൂ നടത്തുന്നവർ ഇതൊക്കെ അറിയാം, നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസിനെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ ആദ്യം പേര് ചോദിച്ച് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും, വണ്ടിയുടെ കാര്യങ്ങൾ. ചിലപ്പോൾ നിസ്സാര ഒരു കാര്യത്തിലായിരിക്കും ഫെയിൽ ആവുന്നത്. എന്താ പറയുക, നിൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റ് എത്രയെന്ന് ചോദിക്കും, അവിടെ ഫെയിലാവും. ഇതൊന്നും അല്ലെങ്കിൽ നിസ്സാരമായിട്ട് എത്ര ടൺ വണ്ടിക്ക് ഇത്ര ടയറുണ്ടെന്ന് ചോദിക്കും, അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാര്യം ഇന്ത്യയിൽ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം. കാര്യം ഞങ്ങളുടെ നാട്ടിൽ ഓടുന്ന 16 ടൺ അല്ലെങ്കിൽ 40 ടൺ വണ്ടിക്ക് 12 വീലോ അല്ലെങ്കിൽ ഇത്ര വീലോ ആണുള്ളത്. പക്ഷേ ഇവിടെ ഓടുന്നതിന് ചിലപ്പോൾ അത്രയും വീലോ ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ ഇവിടെ ഓടുന്ന ട്രെയിലർ എന്ന് പറഞ്ഞാൽ ബാക്കിൽ 6 ടയർ പ്ലസ് ഫ്രണ്ടിൽ യൂണിറ്റിൽ ഒരു 4 ടയർ, 10 ടയർ, അങ്ങനെ 6, 4, 10 അല്ലെങ്കിൽ 12 ടയർ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഓടുന്നതിന് ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാകാം, കുറവുള്ളതും ഉണ്ടാകും. അത് ഓരോ വണ്ടിയുടെയും മേഖലയുടെ അനുസരിച്ച് വ്യത്യാസം വരാം. ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് മേജറായിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫോർമൽ ഇൻ്റർവ്യൂവിൽ എപ്പോഴും നമ്മൾ കൂടുതൽ, ഇൻഫോർമൽ ഇൻ്റർവ്യൂവിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമോ, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. മറ്റേ ഫോർമൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ മാത്രമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ആര് പറഞ്ഞാലും, ഏത് ഏജൻസി പറഞ്ഞാലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ചാടിയെടുത്ത് വരരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വന്നു വരുന്ന യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ മാനസികമായി നിങ്ങൾക്ക് ടെൻഷനാവും, പ്രശ്നങ്ങളുണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ
നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 മാസമോ 6 മാസമോ 8 മാസമോ ലൈസൻസ് ഒരുപാട് നാളായിട്ട് കയ്യിലുള്ളതാണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ മാറി ഓടി ഒന്ന് എക്സ്പീരിയൻസ് എടുത്തിട്ട് വരിക. അപ്പോൾ നിങ്ങൾ പറയും, ഇപ്പോൾ ഒരു സംശയം പൊതുവായിട്ട് വന്നിട്ടുണ്ട്, ട്രക്ക് ലൈസൻസ് ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള ഏജൻറ്റുമാർ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ മുറി വൈദ്യന്മാരെന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളെപ്പോലെ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള വലിയ ആൾക്കാരുണ്ട്. അവരിവിടെ വന്നിട്ട് ഉടനെ പറയും നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഇത് ആനക്കൊട്ട സംഭവമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ട്രെയിലർ ലൈസൻസ് പണ്ടും കൊടുക്കുമായിരുന്നു സെപ്പറേറ്റ്. ഇത് അധികം പേർക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ ട്രെയിലർ ലൈസൻസ് ഇല്ലെങ്കിൽ കൂടെയും നിങ്ങൾക്ക് തീർച്ചയായും ഒരു ലൈസൻസ് എന്ന് പറയുന്ന കാറ്റഗറി നമ്മുടെ നാട്ടിലെ ഹെവി ട്രക്കാണ്. ഈ കാറ്റഗറി ലൈസൻസ് നമ്മൾ ഇൻ്റർനാഷണലി കൺവേർട്ട് ചെയ്യുമ്പോൾ ലീഗലി അത് റൈറ്റ് അല്ലെങ്കിൽ കൂടെയും ഇൻ്റർനാഷണലി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിഇയും കൂടെ അതിൽ ആഡ് ചെയ്ത് വരാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള കൂടുതലുള്ള ലൈസൻസുകൾ നോർമൽ കേസിൽ ആഡ് ചെയ്ത് വരും. അപ്പം നമ്മൾ അത് ഇൻ്റർനാഷണലാണ് ആഡ് ചെയ്ത് വരുന്നത്, അല്ലാതെ നമ്മുടെ നോർമൽ ലൈസൻസിലല്ല. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ വെച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്ത് പോളണ്ടിലായാലും ലാറ്റ്വിയയിലായാലും ലിത്വാനിയയിലായാലും സ്ലൊവേനിയയിലായാലും സ്ലൊവാക്കിയയിലായാലും ഏത് കൺട്രിയിലായാലും നിങ്ങൾക്ക് മാറ്റുക. 27 യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയും ഓസ്ട്രിയയും ഒഴിച്ച് സ്പെസിഫിക് ആയിട്ട് ലാംഗ്വേജ് സ്പെസിഫിക്കേഷനുള്ള ചില കൺട്രികളുണ്ട്. ഇതല്ലാതെ ഏത് രാജ്യങ്ങളിലായാലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിശ്വസിച്ച് നിങ്ങൾ പൈസ കൊടുക്കാതിരിക്കുക. പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വരാം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് നാട്ടിലെ ലൈസൻസ് കൊണ്ട് ഇവിടെ വന്ന് ഓടിക്കാം. ഒരിക്കലും നാട്ടിലെ ഡ്രൈവിംഗ് സിസ്റ്റം അല്ല യൂറോപ്പിലെവിടെ. അപ്പം നിങ്ങൾ ചോദിക്കും അമ്മയുടെ വെയിറ്റിൽ നിന്ന് എല്ലാവരും പഠിച്ചുകൊണ്ട് വരുന്നതാണോ? അല്ല. പക്ഷേ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്പിൽ നിങ്ങൾക്ക് ഒരു കൈ തരാൻ പ്രത്യേകിച്ച് ട്രക്കിൽ പണി അറിയാവുന്ന ഒരൊരുത്തം വേണം. കാര്യം നിങ്ങളിവിടെ അല്ലാതെ ഒരാളെ കൊണ്ടുപോയാൽ അവർ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാര്യം ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നിങ്ങൾ ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ഥലത്തോ ലാറ്റ്വിയയിലൊക്കെ പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഈ ജർമ്മനിയോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല. പോളണ്ട് ഓൾമോസ്റ്റ് സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളുണ്ട്. കാര്യം അവർക്ക് പറയുന്നതെല്ലാം കൺവേഴ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത പക്ഷം നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി മേടിച്ച് കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടിപ്പോകരുത്. കാര്യം എന്ന് പറഞ്ഞാൽ പല കമ്പനിയിലും ചെല്ലുമ്പോൾ നിങ്ങൾ ഓടിയാൻ പോകുന്ന സിറ്റുവേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. നാട്ടിലൊക്കെ പല കമ്പനികളിലും നമ്മൾ വേബ്രിഡ്ജ് വണ്ടി കയറ്റി നിർത്താറുണ്ട്. അന്നേ എനിക്കറിയാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് മാറിക്കഴിഞ്ഞാൽ റെയിൽവേ പാളം പോലുള്ള ട്രാക്കുകളാണ്. ടയർ തട്ടിയ ടയർ കട്ടായങ്ങ് പോകും. പ്രത്യേകിച്ച് സ്റ്റീൽ റേഡിയൽ ടയർ, നോർമൽ ടയറല്ല. അപ്പോൾ അതേപോലെ ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത പല കമ്പനികളിലും ചെന്നാൽ ഇതേപോലെ സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള കമ്പനികളിൽ ചെന്ന് വണ്ടി കയറ്റും, പ്രശ്നങ്ങളാവും. കമ്പനികൾ 20 മേളിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവിടെ ബോർഡ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ നാട്ടിലെ പഴയ ഇന്ത്യൻ മെൻറ്റാലിറ്റിയിൽ നമ്മൾ കാല് കൊടുത്തങ്ങ് വണ്ടി വിടും. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനോടൊപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോയിൽ പറയണം എന്ന് വിചാരിക്കാൻ കാരണം, ഞാൻ ഒരു ഏജൻസിക്കാരനല്ല. ഞാനൊരു ഏജൻസി നടത്തുന്നില്ല. ആരുടെയൊന്നും പൈസ മേടിക്കുന്നില്ല. ആരെയും പൈസ മേടിച്ചോ അല്ലാതെ ആളിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അല്ലാതെ ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ ഈ പറഞ്ഞ കൂട്ട് ഏജൻസിയാണ് അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് ആളിനെ കൊണ്ടുപോകുമോ എന്നും പറഞ്ഞൊന്നും മെസ്സേജ് ഇടരുത്. താല്പര്യമില്ല. ശ്രമിച്ചാൽ പറ്റുമായിരിക്കാം, നമുക്ക് താല്പര്യമില്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനിയൊട്ട് നാളെ ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് ദയവായി നിങ്ങളിത് മനസ്സിലാക്കി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഇട്ട് ചോദിക്കുക. നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നന്ദി, നമസ്കാരം.